ആക്രമണം അവസാനിപ്പിക്കാൻ ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണയായതായി റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികൾ തമ്മിൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നാളെ ചർച്ച നടത്തും. ഹോർമുസിലെ കപ്പൽ ഗതാഗതം സംബന്ധിച്ച തർക്ക വിഷയം ചർച്ചയാകും. വിവരങ്ങൾ നൽകാനായി മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. ഇതിങ്ങനെ അടി പിന്നീട് സമാധാനം എന്ന നിലയിലേക്ക് പോവുകയാണ്. ആ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച ശേഷമെങ്കിലും ഇനി സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്തു എന്നാണ് അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ കണ്ടത്. ഈ മൂന്ന് രാജ്യത്തിൻ്റെയും തലവന്മാർ ഇത് ഒന്നായും പിന്നെ മുറുകുമെന്ന നിലയിലേക്ക് പോകുമ്പോൾ ഒരു അസ്ഥിരത ഈ ഗൾഫ് മേഖലയിൽ അടക്കം തുടരുകയാണ്. ഗുഡ് മോർണിംഗ് ഗോകുൽ ശ്രീനിധി. ഗോകുൽ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ US ഇറാൻ സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശത്രുത താൽക്കാലികമായി അവസാനിപ്പിക്കാനും അതുപോലെ ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുവാൻ ധാരണയായതായിട്ടാണ് റിപ്പോർട്ട്. US മാധ്യമം ആക്സിയോസ് ആണ് ഈ വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. പശ്ചിമേഷ്യയെ വലിയ യുദ്ധഭീതിയിലാഴ്ത്തിയ പ്രത്യാക്രമണങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ഇതോടെ അതിന് ഒരു താൽക്കാലിക വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇടക്കാല സമാധാന കരാർ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ 14 കരാർ അതിന് ഭീഷണിയാകുന്ന തരത്തിൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം നടത്തി വന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാനാണ് ഇപ്പോൾ ഒരു പുതിയ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ചൊവ്വാഴ്ച ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും അവരുടെ പ്രതിനിധികൾ ഔദ്യോഗികമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുതിർന്ന ചില US ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഹോർമൂസ് കടലെടുക്കിനെ ചൊല്ലി ദീർഘകാലമായിട്ടുള്ള തർക്കങ്ങളുണ്ട്. അത് പരിഹരിക്കുകയാണ് ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങൾ തമ്മിൽ നടത്തിയ ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അതും അവസാനിപ്പിക്കുവാൻ ഒരുപക്ഷെ ഈ ചർച്ചകളിലൂടെ സഹായിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. എന്നാൽ ഈ ചർച്ചകളെ കുറിച്ചൊന്നും ഔദ്യോഗികമായി ഇതുവരെയും വൈറ്റ് ഹൗസ് പ്രതികരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി നൽകിയെന്ന അവകാശവാദവുമായി ഇറാൻ വന്നു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഏതാണ്ട് 8 US സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായിട്ടാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറിക്കിലും കേഷുമിലെയൊക്കെ ഇറാനിയൻ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ഒരു മറുപടിയായിട്ടായിരുന്നു ഇറാന്റെ ഈ വ്യോമാക്രമണം. അതേസമയം ലെബനനിൽ ഇസ്രയേൽ തുടർച്ചയായിട്ട് വീണ്ടും വ്യോമാക്രമണം നടത്തുകയാണ്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സംഘങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഈ തെക്കൻ ലെബനിലെ ഒരു ഗ്രാമത്തിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി തകർത്തതായിട്ട് ആണ് ഇസ്രായേൽ പറയുന്നത്. ശനിയാഴ്ച ലെബനനിൽ നടന്ന മറ്റൊരു ആക്രമണത്തിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ പുതിയ സൈനിക നീക്കം. നമുക്കറിയാം, വെള്ളിയാഴ്ചയായിരുന്നു വാഷിംഗ്ടണിൽ വെച്ച് ഈ ഇരുപക്ഷവും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിന് ഒപ്പുവെച്ചത്. പക്ഷേ അതും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗോകുൽ ശ്രീനിധി. ശരി, ഒരു താൽക്കാലിക യുദ്ധവിരാമം കൂടി അല്ലെങ്കിൽ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതും ഒരു സമാധാന നീക്കമെന്നത് സന്തോഷകരമാണ്. പക്ഷേ ഇതിന് എത്ര ആയുസ് ഉണ്ടാകുമെന്നതാണ് ഒരു ആശങ്കയായി തുടരുന്നത്, ഒരു ഭീതിയായി എപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഇതിനു മുമ്പും പല പ്രഖ്യാപനങ്ങളും കണ്ടതാണ്, പിന്നെ അതിനുശേഷം അല്ലെങ്കിൽ ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷം ആക്രമണങ്ങൾ കണ്ടതുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.